കല്യാണം കഴിക്കണം എന്ന് തോന്നിയിട്ടുള്ള ആരായിരിക്കണം ഒരു നമുക്കൊരു ഒന്നൊന്നര ചോദ്യം ഉണ്ടെന്ന് പറ. ഇന്ന് എന്റെ കൂടെയുള്ള ആളെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. കൂടെ ഉള്ളത് ആറാട്ടണ്ണനാണ്. സന്തോഷേട്ടാ, നമസ്കാരം. ആരാണ് നിങ്ങൾ? ഞാൻ നിന്റെ തന്ത. ഇപ്പോ ആളുകള് അകച്ചു നിർത്തുന്നുണ്ട് എന്ന് ചേട്ടന് തോന്നിയിട്ടുണ്ടോ? എനിക്കറിയില്ല. എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കില്ലല്ലോ. പുതിയ മീഡിയക്കാർ കുറച്ചേരം അവഗണിക്കുന്നുണ്ട്. ഈ കാറുണ്ടെന്ന് വിട്ടിരിക്കുന്നത് കൂട്ടിക്കൊണ്ടു പോകാനാ. വേഗം വാ. ഞാൻ വരില്ല, ഞാൻ ഇവിടെ നിന്നോളാം. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? അത് പെരേരയൊക്കെ വന്നതുകൊണ്ടാണോ അതോ പുതിയ പുതിയ ആൾക്കാർ വരുന്നത് കൊണ്ടാണോ അതോ ഇതൊക്കെ എന്തിനാ താൻ അന്വേഷിക്കണേ? ഒരു സാമാന്യ മര്യാദക്ക് ആളുകളുടെ ഇടയിൽ വില മതിക്കാനകത്ത വിലയാ. തേങ്ങാ കൊലയാ. എന്താ കുറച്ചേരായില്ലോ തുടങ്ങിയിട്ട് ചൊറിയില്ലേ? അവരെന്തായാലും നമ്മളെ അവോയ്ഡ് ചെയ്യാൻ കാരണം മനസ്സിലാവണല്ലോ. കൂടുതൽ അവർ പെരേര പറയുകയാണ് പുതിയ മീഡിയക്കാർ. അതെന്തുകൊണ്ടാ? അബദ്ധത്തിലല്ല, മനഃപൂർവ്വമാണ്. ഇനിയിപ്പോ വല്ല മീൻ കച്ചവടത്തിനും പോവാ മുതലാളി. ഹണി റോസ് കണ്ടാല് കമ്പിയാകുന്നു, അങ്ങനെയുള്ള രീതിയിലൊക്കെ ഇത്ര വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യൻ പെട്ടെന്ന് പറയുമ്പോ നമുക്ക് ഒരു കൈവതം നാറ്റുകരുത്. ഓക്കെ ഓക്കെ, പോയിന്റിലോട്ട് വരാം. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. സോഷ്യൽ മീഡിയ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുമ്പോൾ നമ്മൾ രഹസ്യമായിട്ട് പറഞ്ഞ കാര്യം പരിശീലനം പറഞ്ഞു, അത്രേ ഉള്ളൂ. മനുഷ്യന് വഴി കൂടെ നടക്കാൻ മേലുണ്ടായല്ലോ. ഇനി നിന്നെ പറ്റി ഇങ്ങനെ വല്ലതും കേട്ടാൽ അടിച്ച് നിന്റെ കാലിന്റെ മുട്ടി ഞാൻ ഓടിക്കും. എങ്കിൽ അമ്മാവന്റെ മുട്ട് ഞാൻ ഓടിക്കും. സാധാരണക്കാരനായതുകൊണ്ടാണോ ഇവരൊക്കെ ഇങ്ങനെ ഓരോ നടിമാരും ഇങ്ങനെ അവഗണിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? മനുഷ്യരാണ് കുറച്ചൊക്കെ വിവരം വേണം. ഇതിപ്പോ മറ്റുള്ളവരെ കൂടെ നാണം കെടുത്താനായിട്ട്. വയസ്സുകളൊക്കെ തോനായില്ലേ? ഇനിയെങ്കിലും ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ എന്റെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കണേ. കല്യാണം കഴിക്കണം എന്ന് തോന്നിയിട്ടുള്ള ആരായിരിക്കണം ഒരു ഭാര്യയാക്കാനായിട്ട് ഇയാള് ബെസ്റ്റ് ആയിരിക്കും എന്ന് തോന്നിയിട്ടുള്ളത് ആരാ? ഞാൻ വന്നു രമണൻ സാറിന് ഞാൻ വന്നു. അറിയാതെ അബദ്ധത്തിലൊന്നും പോയി ചാടരുതല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ വൈറലായ പിന്നെ ഒരുപാട് ഫോൺ കോൾ വരുന്നുണ്ട് അല്ലെ? ഒരുപാട് ഫോൺ വരുന്നു. കാഴ്ചയിൽ സുന്ദരനും ജാതിയിൽ ഉയർന്നവനും വിദ്യാഭ്യാസം സമ്പന്നായതുകൊണ്ടാവാം. കല്യാണം കഴിക്കാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ആണ് ചേട്ടൻ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ ഉള്ള രീതിയിലുള്ള കമന്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനോട് ചേട്ടൻ എങ്ങനെയാ പ്രതികരിക്കണേ? ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് എന്റെ രക്തം തിളക്കണം. അല്ലെങ്കിലും പണക്കാരെയും ഫേമസ് ആയവരെയും ബഹുമാനിക്കാൻ ഈ മലയാളി കിഴങ്ങന്മാർക്ക് അറിയില്ല. ചേട്ടന് നല്ലൊരു പ്രണയം ഉണ്ടായിട്ടുണ്ടോ നേരത്തെയൊക്കെ? പണ്ടൊക്കെ ഉണ്ടായിട്ടില്ല. എങ്ങനെയാ എന്റെ ദേവിയെ മനുഷ്യന്മാരുടെ ഉള്ളറിയാ? മതി, നിർത്തടി. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ആരാണ് സന്തോഷ് വർക്കി? അതായത് ഇപ്പോ ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരാളാണോ, ഒരു പൊട്ടനാണോ? എക്സ്ക്യൂസ് മീ, ചേച്ചി ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ പലയടിച്ച് ഞാൻ റബ്ബർ ഷീറ്റാക്കും. ഞാൻ പോകുന്നു. ബൈ ബൈ.